സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. BJP മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്നാണ് അവർ രണ്ടുപേരും പറഞ്ഞത്. 5 തവണ BJPയുടെ സാധാരണ പ്രവർത്തകർ വീടുകളിൽ പോയിട്ടുണ്ട്. കോൺഗ്രസിലെ ചാത്തന്നൂർ മണ്ഡലം പ്രസിഡന്റായിട്ടുണ്ട്. ഹിന്ദി അധ്യാപകൻ. പക്ഷേ പ്രധാനമന്ത്രി കാണിച്ച ആ ഒരു സ്നേഹവാത്സല്യമുണ്ട്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ 3 പേരാണ്. ലീഗിനാൽ നിയന്ത്രിക്കപ്പെടുന്ന കോൺഗ്രസ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ ഏതൊരു താല്പര്യവും സംരക്ഷിക്കാൻ ഞങ്ങൾ 3 പേരും ഉണ്ടാവും. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ഞെട്ടിക്കുന്ന വിജയത്തിലൂടെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട BJP തിരുവനന്തപുരം മേഖലാ പ്രസിഡന്റ് ശ്രീ BB ഗോപകുമാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ BB ഗോപകുമാർ. നമസ്കാരം. ഇപ്പം ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഞെട്ടിക്കുന്ന ഒരു വിജയമാണ് താങ്കൾക്ക് ലഭിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ BJP പോലും ഇത് പ്രതീക്ഷിച്ചിരുന്നോന്ന്. എന്തായിരുന്നു ഈ വിജയത്തിൻ്റെ മാജിക്? 2 തവണ ചാത്തന്നൂർ മത്സരിച്ചിരുന്നു. 2016-ലും 2021-ലും. 2016-ൽ തന്നെ 2ാം സ്ഥാനത്ത് വന്നു. UDF കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ 3ാം സ്ഥാനത്തായിരുന്നു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു 10,000 വോട്ടിൻ്റെ വർധനവ്. അന്ന് സംസ്ഥാനത്ത് BJPക്ക് വോട്ട് വർധനവുണ്ടായ നിയമസഭാ മണ്ഡലമാണ് ചാത്തന്നൂർ. 33,000 വന്നത് 42,000 വോട്ടിലേക്ക് മാറുന്നു. ഇത്തവണ അത് വീണ്ടും 10,000 വോട്ട് വർദ്ധിക്കുന്നു. തുടർച്ചയായിട്ട് 16 മുതൽ സ്ഥാനാർത്ഥിയായി 2 തവണ 2ാം സ്ഥാനത്ത് വന്നതിന് ശേഷവും അവിടെ കേന്ദ്രീകരിച്ച് അവിടുത്തെ ജനകീയ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് അവരിൽ ഒരാളായി നിന്ന് തുടർച്ചയായി നടത്തിയിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തനം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ 2 തവണ 2ാം സ്ഥാനത്ത് വന്നയാൾ ഇത്തവണ 1ാം സ്ഥാനത്ത് ആകട്ടെ എന്ന് ചാത്തന്നൂർക്കാർ ചിന്തിച്ചു. താങ്കൾക്ക് ഉറപ്പുണ്ടായിരുന്നു? ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ പാർട്ടി അത്രയും പ്രതീക്ഷിച്ചിരുന്നു? പാർട്ടിയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചാത്തന്നൂർ പൊതുവേ ഒരു ഇടത് കോട്ടയാണ്. അവിടെ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒന്നും സൂക്ഷ്മ മാപിനിയിലൊന്നും ഇത് ശ്രദ്ധയെ പോലും പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ, BJP ജയിച്ചേക്കും എന്നുള്ളത്? ഇല്ല, ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. തെരഞ്ഞെടുപ്പ് പോളിംഗിന് ശേഷവും ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പറഞ്ഞത് LDF കോട്ട, സ്വാഭാവികമായിട്ട് LDF 10,000-ൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. ചില മാധ്യമങ്ങൾ മാത്രമാണ് വ്യത്യസ്തമായി പോളിംഗിന് ശേഷം ചിലപ്പോൾ BJPക്ക് ചാത്തന്നൂരിൽ ഒരു അട്ടിമറി വിജയം ഉണ്ടാവും എന്ന തരത്തിലേക്ക് ചില അതും പോളിംഗിന് ശേഷമാണ്. പോളിംഗിന് മുമ്പ് അങ്ങനെയൊന്നൊരു പ്രവചനം. താങ്കൾ തന്നെ ഈ പ്രചരണ രീതിയിൽ വലിയൊരു ഓളമൊന്നും ഉണ്ടാക്കാതെ വളരെ ഒരു വഴിയിലൂടെ അങ്ങ് നിശബ്ദമായിട്ട് പോകുന്ന രീതിയിലായിരുന്നു. അതെ, നിശബ്ദമായി പോകുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തകർ കേന്ദ്രീകരിച്ചത്. BJPയുടെ പ്രവർത്തകർ, NDAയുടെ പ്രവർത്തകർ കേന്ദ്രീകരിച്ചത് ബൂത്ത് തലത്തിൽ ഭവന സന്ദർശന പരിപാടിക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. 5 തവണ BJPയുടെ സാധാരണ പ്രവർത്തകർ വീടുകളിൽ പോയിട്ടുണ്ട്. സ്ക്വാഡ് വർക്ക് 5 തവണ ഏറ്റവും കുറഞ്ഞത് നടത്തിയിട്ടുണ്ട്. നിരന്തരമായി നമ്മൾ കേന്ദ്രീകരിച്ചത് സ്ക്വാഡ് വർക്കിന്, ബൂത്ത് തല പ്രവർത്തനത്തിന്. അതിനാണ് ഇത്തവണ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. എതിർ സ്ഥാനാർത്ഥികൾ പോലും ഒരു പക്ഷേ താങ്കളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് അവർ 2 കൂട്ടരും പറഞ്ഞല്ലോ വിജയിക്കുന്നത്. BJP 3ാം സ്ഥാനത്തായിരിക്കുമെന്നാണ് അവർ രണ്ടുപേരും പറഞ്ഞത്. കോൺഗ്രസും CPIയും. കോൺഗ്രസിന്റെ സൂരജ് രവിയായിരുന്നു. CPIയുടെ ഒരു മുതിർന്ന നേതാവ് ആർ രാജേന്ദ്രൻ. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആ പദവിയിലാണ്. മുതിർന്ന 9 or 10 പേരല്ലേ ഉള്ളൂ സെക്രട്ടേറിയറ്റിൽ. താങ്കൾ എങ്ങനെയാണ് ഇത്രയധികം ഒരു ഹൃദയബന്ധം ജനങ്ങളുമായി സ്ഥാപിച്ചത്? പ്രത്യേകിച്ചും താങ്കൾ കോൺഗ്രസിൽ നിന്നാണ് നേരെ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് അംഗമൊക്കെ ആയിരുന്നു. 2016-ൽ നേരിട്ട് BJPയുടെ സ്ഥാനാർത്ഥിയായി വന്ന ആ ഒരു കഥ എന്താണ്? ഞാൻ 95-2000 ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ മീനാട് വാർഡിൽ ഞാൻ ആക്കിയത് അവിടെയാണ്, തുടക്കം അവിടെയാണ്. 95-2000 ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. അത് കോൺഗ്രസിൻ്റെ. പിന്നെ കോൺഗ്രസിലെ ചാത്തന്നൂർ മണ്ഡലം പ്രസിഡൻ്റായിട്ടുണ്ട്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമായിട്ടുണ്ട്. ആ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം ഞാൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരിക്കുമ്പോൾ തന്നെ ഞാൻ SNDP ശാഖയുടെ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് യൂണിയൻ്റെ കൗൺസിലറായി. 96-ൽ ഞാൻ ചാത്തന്നൂർ SNDP യൂണിയൻ്റെ സെക്രട്ടറി ആകുന്നു. 99-ൽ ചാത്തന്നൂർ SNDP യൂണിയൻ്റെ പ്രസിഡൻ്റായി ഇപ്പോഴും ആ പദവിയിൽ നിലവിൽ 96 മുതൽ സെക്രട്ടറി, 99 ആ പദവിയിൽ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു ജനപ്രതി സാമൂഹ്യ രംഗത്ത്, സാമുദായിക രംഗത്ത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയുണ്ട്. ആ തുടക്കമാണ് ഇങ്ങനെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല പിന്തുണ കിട്ടാനുള്ളത് മാറിയത്. അവരോട്ടെല്ലാം നേരിട്ട് കാര്യങ്ങൾ സമ്മതിക്കുന്നു. ഒപ്പം 2003 മുതൽ ചാത്തന്നൂർ SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിതമാകുന്ന 2003
ഞാനാണ് അവിടുത്തെ ആദ്യ പ്രഥമാധ്യാപകൻ്റെ ചുമതല വഹിക്കുന്നത്. ഹെഡ് മാസ്റ്റർ ചുമതല വഹിക്കുന്നത്. പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കുട്ടികളെ? ഞാൻ ചെമ്പഴന്തി സ്കൂളിലായിരുന്നു ആദ്യം പഠിപ്പിച്ചിരുന്നത്. എന്തായിരുന്നു സബ്ജക്റ്റ്? ഹിന്ദി അധ്യാപകനായിരുന്നു. അന്നേരം വലിയൊരു ശിഷ്യസമ്പത്തും താങ്കൾക്ക് ആ മണ്ഡലത്തിലുണ്ട്. ചാത്തന്നൂർ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂള് ട്രസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളിലൊന്നാണ്. 1000-ലധികം വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിൽ അവിടെ പഠിക്കുന്നുണ്ട്. അന്നേരം ആ ഒരു ശിഷ്യസമ്പത്തും എല്ലാം തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ രാഷ്ട്രീയ ഭേദമന്യേ തന്നെ താങ്കളെ ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുണ്ടാവും ശിഷ്യസമ്പത്ത്. പ്രത്യേകിച്ച് ഇത്തവണത്തെ മറ്റേ കോൺഗ്രസിൻ്റെയും CPIയുടെയും സ്ഥാനാർത്ഥികൾ ആ മണ്ഡലത്തിലുള്ളവർ ആയിരുന്നില്ലെന്ന് കേട്ടു. അതെ, രണ്ടുപേരും പുറത്തുനിന്നതാണ്. ഒരാൾ കരിയപ്പുറയും മറ്റൊരാൾ തേവള്ളിയിലും. രണ്ട് വരത്തന്മാരായിട്ടാണ്. ഏറ്റവും വലിയ പ്രത്യേകം തന്നെ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചു. രണ്ടാം സ്ഥാനത്തായ ആൾക്കാരത്താണ് സ്വന്തം നാട്ടുകാരൻ പോട്ടെ. ചാത്തന്നൂരിന് അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. രവീന്ദ്ര സാറാണ് ആദ്യത്തെ MLA CPIയുടെ. രവീന്ദ്ര സാറിന് ശേഷം പിന്നെ അവിടെ ചിത്രരഞ്ജൻ MLA ആകുന്നു. ചിത്രരഞ്ജൻ പുറത്ത് കൊല്ലത്ത് നിന്ന് വന്നതാണ്. പക്ഷേ ശ്രീ CB പത്മനാഭൻ മത്സരിക്കുമ്പോൾ ചിത്രരഞ്ജൻ അവരെ പരാജയപ്പെടുന്നു. പത്മനാഭ സാർ ആദ്യം MLA ആകുന്നത് ചിത്രരഞ്ജനെ പരാജയപ്പെട്ടുകൊണ്ടാണ്. പിന്നെ രവീന്ദ്ര സാറും പത്മനാഭ സാറും തമ്മിൽ മത്സരിക്കുമ്പോൾ പത്മനാഭ സാറ് പരാജയപ്പെടുക. നാട്ടുകാരുടെ ഒരു നാട്ടുസ്നേഹമുണ്ട്. പൊതുവെ ഈ ഒരു വോട്ടർമാരോട് എന്തായിരുന്നു പറഞ്ഞത്? വോട്ടർമാരോട് പ്രധാനമായിട്ടും പറഞ്ഞത് 2 തവണ മത്സരിച്ച് 1-ാം സ്ഥാനത്ത് എത്തിക്കണം. ഏറ്റവും പ്രധാനം, നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളോട് ഈ 2 മുന്നണിയും വിമുഖത കാണിക്കുന്നുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിജിയുടെ പ്രതിനിധിയാകാൻ ഒരു വോട്ട് സ്വാഭാവികമായും ഒരു ഇടത് വിരുദ്ധ തരംഗമാണ് കണ്ടത്. പിണറായി സർക്കാരിനെതിരായുള്ളൊരു ജനവിധിയാണ് നമ്മൾ കണ്ടത്. ചാത്തന്നൂരിൽ ആ ജനവിധി BJPക്ക് അനുകൂലമായി, കോൺഗ്രസിന് അനുകൂലമല്ല. കാരണം ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കാൻ കഴിഞ്ഞ തവണ 35 കൗൺസിലർമാരുണ്ട്. അവിടെ മുഖ്യ പ്രതിപക്ഷം BJP ആണ്. അപ്പോൾ BJPക്ക് വോട്ട് ചെയ്താൽ ഭരണത്തിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് ചാത്തന്നൂർ അതുപോലെ തന്നെയാണ്. 16-ലും 21-ലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 2-ാം സ്ഥാനം. അപ്പോൾ അവിടെ ഈ നിലവിലുള്ള ഗവൺമെൻറ്റിനെതിരായുള്ള ജനവിധിയും ഗവൺമെൻറ് വിരുദ്ധ വികാരം താങ്കൾക്ക് അനുകൂലമായി. അതാണ് ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ കോൺഗ്രസ്സുകാർ താങ്കളുടെ ഒരു പൊട്ടൻഷ്യൽ ലീഡറിനെ മനസ്സിലാക്കിയില്ലേ? നിയമസഭയിലേക്കൊന്നും ഒരിക്കലും പരിഗണിച്ചില്ലേ? നിയമസഭയിലേക്കൊന്നും ഒരിക്കലും പരിഗണിച്ചില്ല. അങ്ങനെയുള്ള ഒരു ചർച്ച ഏതെങ്കിലും ഘട്ടത്തിലുണ്ടായോ? താങ്കൾക്ക് സീറ്റ് കിട്ടിയേക്കും? അല്ല, എന്നെ 16-ൽ ഞാൻ BJPയുടെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കപ്പെടുമ്പോൾ അടിയന്തരമായി കോൺഗ്രസ് നേതൃത്വത്തിൽ പല പ്രമുഖരും ഇടപെട്ടു. നമുക്ക് സീറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാം എന്നൊക്കെ പല ഓഫറും വന്നു. ഞാൻ പറഞ്ഞു, എടുത്ത തീരുമാനത്തിൽ യാതൊരു മാറ്റമില്ല. അതുകൊണ്ട് ആ ഒരു ചർച്ചയ്ക്ക് ഇല്ല. കോൺഗ്രസ് വിടാനുള്ള കാരണം എന്തായിരുന്നു ശരിക്കും? ഈ അവഗണനയായിരുന്നോ അതോ? അത് ഈ അവഗണനയാണ്. കോൺഗ്രസ് വിടാനുള്ള കാരണം അത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ എൻ്റെ തൊട്ടടുത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൊരു പ്രചാരകനുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രചാരകൻ ഉണ്ണി എന്ന് പറയും. എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ആളാണ്. അതിൻ്റെ തൊട്ടപ്പുറം താമസിക്കും. അതേ എപ്പോഴും വന്ന് ഞാൻ BJP സ്ഥാനാർത്ഥിയാകണം. അതായത് 2016-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 6 മാസം മുമ്പേ ഞങ്ങൾ തമ്മിൽ തൊട്ടടുത്താണ്, അപ്പുറമാണ്. ആ പ്രചാരകൻ്റെ ഒരു സ്ഥിരമായ ഇടപെടിയിൽ ഒപ്പം കോൺഗ്രസിൻ്റെ അവഗണന രണ്ടും കൂടി ചേർന്നപ്പോഴാണ് ആ പ്രചാരകൻ താങ്കളെ സ്വാധീനിച്ചിട്ടുണ്ട്. അന്നേരം ആദ്യം 2016-ലെ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ എനിക്ക് തോന്നുന്നു CPIയിലെ ജയലാലല്ലേ ജയിച്ചത്. അന്ന് കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയി. അത് സൂര്യനാട് രാജശേഖരനാണ് അന്ന് മത്സരിച്ചത്. KPC ജനറൽ സെക്രട്ടറി. അദ്ദേഹം പ്രമുഖ നേതാവായിരുന്നു. അദ്ദേഹമാണ് മത്സരിച്ചത്. അദ്ദേഹമാണ് 3-ാം സ്ഥാനത്ത് പോയത്. അത് അപ്പോഴായിരിക്കും ശരിക്കും താങ്കളുടെ പൊട്ടൻഷ്യൽ അവർക്ക് മനസ്സിലാവും. അവിടെയൊക്കെ ജാതീയമായ അവഗണന ഉണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഒരു അവഗണന ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2014-ലെ തെരഞ്ഞെടുപ്പിൽ അന്ന് പുറ്റിങ്ങൽ ദുരന്തം ഉണ്ടാകുന്ന സമയമാണ്. വെടിക്കെട്ട 100-ലധികം പേർ മരിച്ചു. ബഹുമാനായ പ്രധാനമന്ത്രി അന്ന് പുറ്റിങ്ങൽ പരൂരെത്തുന്നു. അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അവർ രണ്ടുപേരും കൊല്ലത്തിൻ്റെ MP മാത്രമേ ഉള്ളൂ അന്ന് അദ്ദേഹത്തോടൊപ്പം. 4-മതൊരാൾ ഞാനാണ്. കാറിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന അദ്ദേഹം എൻ്റെ തോളിൽ കയറ്റി തിരിച്ച് കാറിൽ ഇതെല്ലാം കണ്ട് തിരിച്ച് കാറിൽ കയറുന്നവരെ തോളിലിട്ട കൈ എടുത്തിട്ടില്ല. അപ്പോൾ 10,000-കണക്കിന് ആൾക്കാർ കാണാനുമുണ്ട്. പ്രധാനമന്ത്രിയുടെ ആ ഒരു ഇതല്ലേ, രാഷ്ട്രീയ പ്രശ്നത്തിലല്ല, ദുരന്ത ഭൂമിയിലാണ് വന്നത്. പക്ഷേ ഒപ്പം ഞാനുണ്ടായിരുന്നു. അന്ന് എനിക്ക് അദ്ദേഹത്തെ ഒരു മുൻപരിചയവും നേരത്തെ ഇല്ല. അത് ഒരു സ്ഥാനാർത്ഥി എന്നതിനപ്പുറം അദ്ദേഹത്തിനെ അറിയില്ല. പക്ഷേ തോളിൽ വെച്ച കൈ തിരിച്ച് കാറിൽ കയറുന്നവരെ അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു.
അതായത് പാർട്ടിയുടെ പ്രധാന പ്രവർത്തകരോട് പാർട്ടി നേതൃത്വത്തിലുള്ളവർ, പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയെ പോലുള്ളവർ കാണിക്കുന്ന ഒരു അടുപ്പം, അത് താങ്കളെ അതും താങ്കളെ ഒരു രീതിയിൽ വലിയ രീതിയിൽ സ്വാധീനം. വളരെ സാധാരണക്കാരായ ഞാൻ എന്നെ ഒരു മുൻപരിചയം അദ്ദേഹമായിട്ട് ഞാനില്ലല്ലോ. BJPയുടെ ഒരു പ്രധാന ഘടകത്തിൽ അന്ന് ഞാനില്ലല്ലോ. പക്ഷേ പ്രധാനമന്ത്രി കാണിച്ച ആ ഒരു സ്നേഹവാത്സല്യമുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിൽ ഒരു ഓളമൊന്നും ഉണ്ടാക്കിയതേ ഇല്ല. ഒരു ഓളം ഉണ്ടാക്കിയില്ല. വളരെ സൈലന്റ് ആയിട്ട് ശരിക്കും ഒരു ഒളിപ്രവർത്തനം പോലെ. ആകപ്പാടെ വന്ന ദേശീയ നേതാവ് ശ്രീ ആരോഗ്യവകുപ്പ് വന്ന് നഡ്ഡാജി മാത്രമാണ്. നഡ്ഡാജി വന്നത് തന്നെ ഒരു ഇൻഡോർ മീറ്റിംഗ് ആയിരുന്നു. മഹിളാ മോർച്ചയുടെ ഒരു വനിതാ സമ്മേളനം. JP നദ്ദ വന്നു. ഒരു റോഡ് ഷോയും നടത്തിയില്ല, ഒന്നും നടത്തി. ഒരു ദേശീയ നേതാവോ സംസ്ഥാന നേതാവോ റോഡ് ഷോ ഒന്നും നടത്തിയില്ല. അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗം കൂടെ ആയിരുന്നു. അതെ, 21 തെരഞ്ഞെടുപ്പിൽ അമിത്ഷാജിയാണ് വന്നേ. അതിന് ഭയങ്കര ഓളമായിരുന്നു. ഈ LDFും UDFും പറഞ്ഞു ഇനി ന്യൂനപക്ഷങ്ങൾക്കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, അമിത്ഷാജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു അനുഭവം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തവണത്തെ വളരെ നിശബ്ദമായ ബൂത്ത് തല പ്രവർത്തനത്തിന് ആണ് നമ്മുടെ പ്രവർത്തകർ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഉച്ചയ്ക്ക് 1 മണിക്കൊക്കെ ഞാൻ ഓരോ ബൂത്ത് ചെല്ലുമ്പോഴും നമ്മുടെ പ്രവർത്തകർ ഭവന സന്ദർശന പരിപാടിക്ക് നിൽക്കുക. ഒരു വെയിലത്ത് LDFും UDFും ഒക്കെ 10 മണിക്ക് ശേഷം വീട്ടിൽ കയറിയിട്ടില്ല പകൽ സമയത്ത്. ഇവർ തുടർച്ചയായിട്ട് ഈ സാധാ പ്രവർത്തകർ ഇത്തവണ ഒറ്റ ലക്ഷ്യം BJP ജയിക്കണം. എനിക്ക് തോന്നുന്നു താങ്കളിൽ പാർട്ടിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലെ ഒരു തവണ തോറ്റ് 2 തവണ തോറ്റിട്ട് 3ാമതും താങ്കളെ നിർത്തിയത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കില്ലേ? അതുകൊണ്ട് തന്നെയാണ്. ഒപ്പം അങ്ങനെ കേന്ദ്രീകരിച്ച് നിന്നതും ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും മത്സരിക്കുന്നു. അതെ, ഈ SNDP യൂണിയൻ പ്രസിഡന്റ് എന്നുള്ള ചാത്തന്നൂർ SNDP യൂണിയൻ പ്രസിഡന്റ് എന്നുള്ള ഒരു ബന്ധം അത് വളരെ വലിയ ഘടകമാണ്. അതെ. അതുപോലെ ഈ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇപ്പം BJPയുടെ അധ്യക്ഷനായി വന്ന ശേഷമാണ് ഇത്തവണ ഒരു ചരിത്ര നേട്ടം. 3 സീറ്റ്. നേരത്തെ കഴിഞ്ഞതിൻ്റെ തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ നേമത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കേരളത്തിൽ ഒരു 0 എന്നുള്ള അവസ്ഥയിൽ നിന്ന് 3ലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം എങ്ങനെ ഉണ്ടായിരുന്നു? ചാത്തന്നൂരിലൊക്കെ അദ്ദേഹം പ്രചരണത്തിന് വന്നിരുന്നു. അദ്ദേഹം നല്ല പിന്തുണയാണ് പ്രസിഡന്റായിട്ട്. നേരത്തെ ഇരുന്ന ശ്രീ K. സുരേന്ദ്രൻ അതുപോലെ തന്നെയാണ്. ശ്രീ K. സുരേന്ദ്രൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് ഞാൻ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനാവുന്നത്. കൊല്ലം ജില്ലാ അധ്യക്ഷൻ. വളരെ വലിയ പിന്തുണയാണ് സംസ്ഥാന അധ്യക്ഷനതിയിൽ ശ്രീ K. സുരേന്ദ്രൻ നൽകിയിട്ടുള്ളത്. ഇദ്ദേഹവും അതേപോലെ തന്നെയാണ് എന്നോട് കാണിച്ചിട്ടുള്ളത്. എൻ്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ശ്രീ രാജീവ് ചന്ദ്രശേഖരയാണ്. അദ്ദേഹം സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെല്ലാം കൃത്യമായ അന്വേഷണം നടത്തുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് ചാത്തന്നൂർ ഉണ്ടായിരുന്നു, കൃത്യമായിട്ടുണ്ടായിരുന്നു. നേമത്ത് സ്ഥാനാർത്ഥിയായിരുന്നു, സംസ്ഥാനത്തൊട്ടാകെ പോകേണ്ടി വന്നുവെങ്കിലും എല്ലാം. അതിൽ നേമത്ത് സ്ഥാനാർത്ഥിയായപ്പോഴും ഞാനും പാർട്ടിയും അവിടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യണം. അദ്ദേഹം വന്നു. ഏതാണ്ട് 2 മണിക്കൂർ സമയം ആ കൺവെൻഷന് ശേഷവും അവിടെ ഇരുന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, തെരഞ്ഞെടുപ്പ് രീതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മാർഗ്ഗനിർദ്ദേശം ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടെ അന്വേഷിക്കും. അദ്ദേഹം നേമത്തെ സ്ഥാനാർത്ഥിയായിട്ട് കൂടി. രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള ഒരു പ്രൊഫഷണലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇപ്പോൾ താങ്കൾ BJPയുടെ മേഖലാ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ ചുമതലയുണ്ട്. അന്നേരം ഈ പ്രൊഫഷണലായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഈ പ്രസിഡൻ്റായി വന്നതിന് ശേഷമുള്ള BJPയുടെ ഒരു മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹം പ്രൊഫഷണലിന് അപ്പുറം 16 വർഷക്കാലം രാജ്യസഭ അംഗമായിരുന്നു. അതെ, മോദിജിയുടെ സർക്കാർ രാഷ്ട്രീയത്തിൽ ഒരു പ്രൊഫഷണലിസം അത് കൃത്യമായിട്ട് കൊണ്ടുവന്നു. ഒരു നല്ല ബിസിനസ്സുകാരൻ, ഒരു നല്ല രാഷ്ട്രീയക്കാരനായി ഏതൊരു നടക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുക, ഒരു കാര്യം ഏറ്റാൽ ആ കാര്യം നടത്തിച്ചെടുക്കാൻ വേണ്ട ശ്രമം നടത്തുക. സംഘടനാ പ്രവർത്തനത്തിന് ആ രീതിയായിരുന്നു. സംഘടന തീരുമാനിക്കുന്ന കാര്യങ്ങൾ കൃത്യമായും നടപ്പിലാക്കുന്നു എന്ന കാര്യത്തിൽ ഒരു മേൽനോട്ടം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ആ മേൽനോട്ടം തന്നെയാണ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം പിടിക്കാൻ കഴിഞ്ഞതും ഇപ്പോൾ 3ലേക്ക് മാറാനുമൊക്കെ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തന രംഗത്തിൽ ഒരു വേറിട്ട ശൈലി. അദ്ദേഹം എന്താ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞത്? വികസിത കേരളം. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാഷ്ട്രീയ പ്രത്യാരോപണം നടത്താൻ വന്ന ആളല്ല, വിവാദങ്ങൾക്ക് വേണ്ടിയല്ല വന്നത്. ഒരു പതിവ് കേരളത്തിലെ രാഷ്ട്രീയ ശൈലിക്കൊരു മാറ്റം വരുത്തി അദ്ദേഹം. വികസനത്തെക്കുറിച്ച് സംവേദിക്കുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. അത് കേരളത്തിലൊരു പുതിയ അനുഭവമായിരുന്നു രാഷ്ട്രീയ രംഗത്ത്. സാധാരണ കേരള രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണം നടത്തുന്ന ഒരു അന്തരീക്ഷമാണ്. അതിന് മാറ്റം വരുത്താനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിച്ചത്. വികസന സന്ദേശമാണ് ജനങ്ങളുടെ മുന്നിൽ വെച്ചത്. അപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ പ്രസിഡന്റിനും മുൻ പ്രസിഡന്റിനും ഒപ്പമാണ് നിയമസഭയിലേക്ക് പോകുന്നത്. അതിനെ എങ്ങനെ നോക്കിക്കാണും? അതെ, 2 പേരും കേന്ദ്രമന്ത്രിമാർ, 2 പേരും മുൻ കേന്ദ്രമന്ത്രിമാർ, 2 പേരും രാജ്യസഭാംഗങ്ങൾ. പാർലമെൻ്ററി രംഗത്ത് ഒരുപാട് അനുഭവമുണ്ട്. ഏറ്റവും കരുത്തരായ
രണ്ട് മുൻ കേന്ദ്രമന്ത്രിമാരാണ്. രണ്ടുപേരും സ്വന്തം വകുപ്പിൽ തനതായ മുദ്ര പതിപ്പിച്ച ആൾക്കാരാണ്. അവരോടൊപ്പം ഞാൻ ആകെപ്പാടെ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമായി മാത്രമേ ഇരുന്നിട്ടുള്ളൂ. പിന്നെ ഈ പാർട്ടി ചുമതലയും. അവരോടൊപ്പം പാർലമെൻറ്റ് രംഗത്ത് ചെല്ലുന്നത് വലിയൊരു അനുഭവമാണ്. ഈ 3 പേർ കേരളത്തിൽ നരേന്ദ്രമോദിയുടെ ശക്തമാവും. ഈ 2 മുന്നണികൾക്കുമെതിരായി ഒരു ബദൽ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി ഞങ്ങൾ 3 പേരും ഉണ്ടാകും. ഇപ്പോൾ നിയമസഭയിൽ ഇപ്പോൾ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവുമല്ലോ BJPക്ക്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഭരിക്കാൻ പോകുന്നത് UDF ആയിരിക്കും. പ്രതിപക്ഷത്ത് CPM നേതൃത്വത്തിലുള്ള LDF ആണ്. അന്നേരം NDAയുടെ ഒരു പ്രസൻസ് അത് ഏത് രീതിയിലായിരിക്കും ഒരു നിലപാടെടുക്കുക? ഇനി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട് എങ്കിൽ പോലും. അല്ല, ആ നിലപാട് 2 മുന്നണികൾക്കെതിരെ. ഇപ്പോൾ 2 മുന്നണി യഥാർത്ഥത്തിൽ ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഇവർ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷിക്കുന്നു. ഇവർ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണം നടത്തുന്നു. ഒന്നും തെളിയിക്കാൻ അവർക്ക് തയ്യാറുമല്ല. കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് അവർക്കൊരു പൊതു കാഴ്ചപ്പാടില്ല. സ്വാഭാവികമായും ഈ 2 മുന്നണികളും ദേശീയ തലത്തിൽ ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ കേരളത്തിൻ്റെ വികസനങ്ങളോട് ഇവർ കാണിക്കുന്ന വിമുഖത. ഇപ്പോൾ PM ശ്രീ പദ്ധതി വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു. അത് അന്ധമായ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ അത് വേണ്ടെന്ന് വെച്ചു. അതിൻ്റെയും കൂടി തിരിച്ചടിയായി തിരഞ്ഞെടുപ്പ് പോലും. ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കാൻ കാണിക്കുന്നൊരു വിമുഖതയുണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ. അത് ജനം മടുത്തു. UDF അങ്ങനെ തന്നെയായിരിക്കും. UDF സർക്കാർ ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ലേ? അല്ല, BJPയുടെ നയം ഏതൊരു നല്ല കാര്യത്തെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ വികസനത്തെക്കുറിച്ച് നിങ്ങൾ ഈ ഗവൺമെൻറ് വികസനത്തിൻ്റെ കാര്യത്തിൽ നരേന്ദ്രമോദിജിയുടെ പാത പിന്തുടർന്നാൽ ഞങ്ങൾ ആശയപരമായും രാഷ്ട്രീയപരമായി എതിർക്കേണ്ട കാര്യമുള്ളൂ. വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ ആരോടൊപ്പം യോജിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നല്ല കാര്യങ്ങളെ എന്തായാലും പിന്തുണയ്ക്കും. നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കും. എന്തായാലും ഇവർ ഒരു ക്രിയാത്മക പ്രതിപക്ഷത്തിൻ്റെ റോഡിലേക്ക് 3 പേരാണെങ്കിലും ആ രീതിയിലായിരിക്കും പെരുമാറും. അല്ല, അവർ രണ്ടും ഒന്നാണല്ലോ. ദേശീയ തലത്തിൽ അവർ രണ്ടും ഒന്നല്ലേ. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ 3 പേരാ യഥാർത്ഥ പ്രതിപക്ഷം. അവർ രണ്ടും ദേശീയ തലത്തിൽ ഒരുമിച്ചല്ലേ. അപ്പോൾ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ അവർ ഒരുമിച്ചല്ലേ മത്സരിച്ചത്. ഇവിടെ വേറിട്ടാണെങ്കിലും. ഇപ്പോൾ വനിതാ സംവരണ ബില്ലിനെ പാർലമെൻറ്റിൽ അവരെല്ലാം കൂടി ഒരുമിച്ചല്ലേ എതിർത്തത്. മോദിജി ഗവൺമെൻറ് എതിർക്കുന്ന കാര്യത്തിൽ അവർ രണ്ടും പാർലമെൻറ്റിൽ ഒരുമിച്ചല്ലേ. കേരളം ഒഴികെയുള്ള എല്ലാ സ്ഥലത്തും ഇവർ ഒരുമിച്ചല്ലേ സമരം ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പേരാണ് കേരളത്തിലെ പ്രതിപക്ഷം. പ്രധാനമന്ത്രി മോദിജിയോടൊരു പ്രത്യേക ആരാധനയുണ്ടല്ലേ? ഉണ്ട് എനിക്ക്. ഞാൻ 2014 അനുഭവം ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹമാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. ശരിക്കും ഇപ്പോൾ തന്നെ ഒരു ആസാമിലും ബംഗാളും ഒക്കെ BJP പിടിക്കുകയാണല്ലോ. കേരളത്തിൽ പക്ഷേ ഇപ്പോഴും ഒന്നുമില്ലാത്തതിൽ 3-ലെത്തി. അന്നേരം അത് അടുത്ത ഒരു വളർച്ചയിലേക്കാണ് BJP. ബംഗാളിലും അതുപോലെ ആയിരുന്നല്ലോ. 3 ആയിരുന്നല്ലോ. 3 പിന്നെ 74-ലെത്തി. 74-ലെത്തി. ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് ഇടതുപക്ഷം പൂർണ്ണമായും തകർച്ചയുടെ സംസ്ഥാന മന്ത്രിമാർ വരെ പരാജയപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ബംഗാളിലെയും ത്രിപുരയിലെയും സമാനമായി LDFൻ്റെ പ്രത്യേകിച്ച് CPMൻ്റെ സമ്പൂർണ്ണ പരാജയമാണ് നമ്മൾ കാണുന്നത്. അസ്വസ്ഥമായ അണികളും നേതൃനിരയുമാണ് ഉള്ളത്. 3 പേര് റിബലായിട്ട് മത്സരിച്ചു. 4 പേർ മത്സരിച്ചു. ഐഷ പോറ്റി ഉൾപ്പെടെ 4 പേർ മത്സരിച്ചു. ഐഷ പോറ്റിയെ തോറ്റുള്ളൂ, അതും ചെറിയ വ്യത്യാസത്തിൽ. ബാക്കി 3 പേരും നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞു. ശ്രീ G സുധാകരനെ പോലുള്ളവർ പോലും നല്ല ഭൂരിപക്ഷത്തിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. വലിയ ഭൂരിപക്ഷത്തിൽ. അപ്പോൾ എന്താണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റം CPM അല്ല, മറുഭാഗത്ത് നിൽക്കുന്നവരാണെന്നാണ് ഈ തിരഞ്ഞെടുപ്പ് കേരളം കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ അസംതൃപ്ത അണികൾ CPMൻ്റെ നേതാക്കന്മാർ BJPയിലേക്ക് വരും. മറുഭാഗത്തോ UDFോ മുഖ്യമന്ത്രിയാവാനുള്ള കലഹമാണ് നടക്കുന്നത്. ലീഗിനാൽ നിയന്ത്രിക്കപ്പെടുന്ന കോൺഗ്രസ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ലീഗിനാൽ നിയന്ത്രിക്കപ്പെടുന്ന കോൺഗ്രസ് ഒരു വലിയ അസംതൃപ്ത വിഭാഗം അവിടെയുണ്ട്. ആ അസംതൃപ്ത വിഭാഗവും നാളുകളിൽ BJPയുടെ ഭാഗമാകും. BJPയിലേക്ക് LDFൽ നിന്നും UDFൽ നിന്നും ആൾക്കാർ ഈ കൂടുതലായി വരും. ഈ വലിയൊരു അസംതൃപ്ത വിഭാഗം വരും വർഷങ്ങളിൽ BJPയുടെ ഭാഗമാകും. അതുകൊണ്ട് ബംഗാളിലെ പോലെ 3 തവണ 3 ടേം BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ കാത്തിരിക്കേണ്ടി വരില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ 3-ൽ നിന്ന് ഭൂരിപക്ഷത്തിലേക്ക് BJP പോകും കേരളത്തിൽ. ചാത്തന്നൂരിലുള്ള ജനങ്ങളോട് എന്താ പറയുന്നത്? എന്ത് വാഗ്ദാനമാണ് അവർക്ക്? അവരെന്നെ അർപ്പിച്ചൊരു വലിയ വിശ്വാസമുണ്ട്. ചാത്തന്നൂരിൻ്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ത്രിതല പഞ്ചായത്ത് സംവിധാനം ഇതിനെ 3നെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇന്നലകളിൽ ചാത്തന്നൂരിൽ നഷ്ടപ്പെട്ടു പോയ വികസന പ്രവർത്തനങ്ങൾ
അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പരമാവധി പരിശ്രമം നടത്തും. ചാത്തന്നൂർ പക്ഷേ വലിയൊരു വ്യവസായ ഓരോ സ്പിന്നിങ് മിൽസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. അതെ, അത് യഥാർത്ഥത്തിൽ പരമ്പരാഗത വ്യവസായങ്ങളുടെ കേന്ദ്രമായിരുന്നു ചാത്തന്നൂർ. ഒരു ഘട്ടത്തിൽ കൈത്തറി, കശുവണ്ടി, നെയ്ത്ത് ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു 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 മേഖലയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സ്പിന്നിങ് മിൽ ഉണ്ടായിരുന്നു അടച്ചുപൂട്ടൽ ഭീഷണിയില്ല. അപ്പോൾ അവിടെ സ്പിന്നിങ് മിൽസ് എന്ന് പറയാൻ പാതയുടെ സൈഡിൽ ഉള്ളത് അത് അടച്ചുപൂട്ടൽ ഭീഷണിയില്ല. കശുവണ്ടി സ്ഥാപനങ്ങൾ, ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4 കശുവണ്ടി ഫാക്ടറി അവിടെ പ്രവർത്തിക്കുന്ന കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെയും കാപ്പെക്സിൻ്റെയുമായിട്ട് മാസത്തിൽ പരമാവധി 7-10 ദിവസമാണ് ഇവിടെ. ഞാൻ ആ കശുവണ്ടി ഫാക്ടറി എന്നവരോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു മാസത്തിൽ ഒരു 20 ദിവസമെങ്കിലും ജോലി കിട്ടണം. ഞങ്ങൾ അവരെ രണ്ടിനെയും മാറി മാറി വോട്ട് ചെയ്തു, പരീക്ഷിച്ചു, ഞങ്ങൾക്കത് ലഭിക്കുന്നില്ല. ഇത്തവണ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കുക. പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾ നേരിട്ട് എന്നോട് പറയുക, അവരെ വിളിച്ച് കുട്ടികൾ അവർ ഒരുമിച്ചെന്നാണ് പറഞ്ഞത്, വ്യക്തിപരമായിട്ടൊന്നും അല്ല. ആ കശുവണ്ടി ഫാക്ടറി പോയപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ വിഷയങ്ങളടക്കം ചാത്തന്നൂരിലെ പൊതുവികസന കാര്യങ്ങളിൽ ജനങ്ങളുമായി ആശയവിനിമയം നടത്തി അവരിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. സ്പിന്നിങ് മില്ലടക്കം അത് കാർഷിക മേഖലയായാലും വ്യവസായ മേഖലയായാലും തൊഴിൽ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും ജനങ്ങളുടെ ആശയങ്ങൾക്ക് രൂപപ്പെടുത്തുക, അതിനനുസരിച്ച് ഒരു MLA എന്ന രീതിയിൽ പ്രവർത്തിക്കുക. കേന്ദ്ര പദ്ധതികളൊക്കെ ഒരുപാടുണ്ട്, അത് പക്ഷേ കേരളം പലപ്പോഴും പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തും. സ്വാഭാവിക ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര പദ്ധതികൾ ഒരു മണ്ഡലത്തിലും നേരിട്ട് നടത്താൻ പറ്റത്തില്ല. അതെ, ഒരു ട്രെയിൻ സ്റ്റോപ്പ് അനുവദിക്കാൻ ജനങ്ങൾക്ക് സഹായകരമാവുന്ന ഒട്ടേറെ പദ്ധതികളുണ്ടല്ലോ ശ്രദ്ധയപ്പെടുത്താതെ. ഇപ്പോൾ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്ന അതിലൊക്കെ കേന്ദ്രത്തിൻ്റെ ഒരു പിന്തുണ കിട്ടാൻ ശ്രമിക്കില്ലേ? ഉറപ്പായിട്ട്. ഞങ്ങൾ 3 പേരുണ്ടല്ലോ. അതുപോലെ തന്നെ മറ്റൊരു വലിയ കാര്യം, പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത്? ഇപ്പോൾ LDF സർക്കാർ ഭരിച്ചപ്പം കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കി സാമ്പത്തിക രംഗങ്ങളിൽ എന്ന് പറയാറുണ്ട്. കേരളത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നിങ്ങളിപ്പം ഈ കേരള സർക്കാരിനും കേന്ദ്രത്തിനിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ഈ ഏറ്റവും അധികം സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തത് 2014 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിലാണ്. അതിന് തൊട്ട് മുമ്പിരുന്ന UPA ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ്, കോൺഗ്രസ് തന്നെ ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ കോൺഗ്രസ് തന്നെ കേന്ദ്രം ഭരിക്കുന്നതിന് എത്രയോ ഇരട്ടി തുക കേരളത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൻ്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അത് റെയിൽവേയുടെ കാര്യമായാലും നാഷണൽ ഹൈവേയുടെ കാര്യമായാലും വിമാനത്താവളങ്ങളുടെ കാര്യങ്ങളായാലും ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ ഈ 11 വർഷത്തിനിടയിൽ UPA കാലഘട്ടത്തിൻ്റെ 10 ഇരട്ടിയിലധികം മാറ്റം വികസന പ്രവർത്തന രംഗങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് മോദിജിയുടെ സർക്കാരിനെ സംബന്ധിച്ചോളം ഒരു സംസ്ഥാനത്തെയും വരിഞ്ഞുമുറുക്കി കിട്ടുക എന്നുള്ള നയമേ ഇല്ല. കേരളത്തിന് ഏറ്റവും അധികം സഹായം ലഭിച്ചിട്ടുള്ളത് ഈ 11 വർഷക്കാലമാണ്. അത് തന്നെ പൊതുവായ കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു വരിഞ്ഞുമുറുക്കലും ഇല്ല, ആ യാഥാർത്ഥ്യം. പക്ഷേ സംസ്ഥാനം നടപ്പിലാക്കുന്നില്ല, അതാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ ഒരു താല്പര്യം സംരക്ഷിക്കാൻ ഉറപ്പ്, സംസ്ഥാനത്തിൻ്റെ ഏതൊരു താല്പര്യവും സംരക്ഷിക്കാൻ ഞങ്ങൾ 3 പേരും ഉണ്ടാവും. ഇപ്പോൾ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇടത് കോട്ടയായിരുന്നു ചാത്തന്നൂർ. പല പഞ്ചായത്തുകളും അവരുടെ കയ്യിലായിരുന്നു. ഇടയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരിക്കും അവിടെ ഈ ഒരു വലിയ തിരിച്ചടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകാൻ കാരണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ നേതാക്കന്മാർ അതിൻ്റെ ആശയങ്ങളിൽ നിന്ന് മാറി എന്ന് സാധാരണക്കാരന് ബോധ്യമായി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ചാത്തന്നൂരിൽ ചർച്ച ചെയ്ത കാര്യമാണ്, ഞാൻ നേരിട്ട് കണ്ട. ആദ്യഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ അടിച്ച നോട്ടീസ് കൊടുത്തു. പ്രവർത്തകർ പറഞ്ഞു ഈ നോട്ടീസ് ഞങ്ങൾ കൊടുക്കത്തില്ല. അത് ശരി. പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ പതിച്ച നോട്ടീസുമായിട്ടൊന്നും പ്രവർത്തകർ പോയിട്ടില്ല. അപ്പോൾ ആശയത്തിൽ നിന്ന്, അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, 3-4 പേർ മത്സരിച്ച് വിമതന്മാർ, ആരും മോശക്കാരൊന്നുമല്ല. അതിൽ 3 പേരും വിജയിച്ചു. കണ്ണൂർ പോലുള്ള കോട്ടയിൽ 2 പേര് ജയിച്ചു. 2 പേര്. ഒരു വ്യക്തമായ സൂചനയാണ്, ഇവർ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്നും മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഇവർ 2 പേരും പറയുന്നത് എന്താ? BJP വരാൻ പാടില്ല, BJPയുടെ അക്കൗണ്ട് പൂട്ടും, വേറെ ആരുടെ അക്കൗണ്ട് അവർക്ക് പൂട്ടണ്ട, BJPയുടെ അക്കൗണ്ട് പൂട്ടി. ഇവർ 2 പേരും ഒറ്റ പ്രചരണമായത് അത് തന്നെയായിരുന്നു. 2 പേരും പറഞ്ഞു. ഇപ്പോഴും പറയുന്ന BJPയുടെ 3 പേര് ജയിച്ചതാണ് ഏറ്റവും വലിയ അപകടം. അപ്പോൾ ജനവിധി അംഗീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള ഒരു രീതി പ്രവർത്തനം ചാത്തന്നൂരിലെയും LDF പ്രവർത്തകരുടെ ഉണ്ടായിട്ടുണ്ട്. ഇവർ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് മാറി മോദിജി സർക്കാർ നടപ്പിലാക്കുന്ന വികസന കാര്യങ്ങൾ കൊണ്ടുവരാൻ ഇവർ കാണിക്കുന്ന വിമുഖത.
അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്നും മാറി എന്ന് ചിന്തിക്കുന്ന പ്രവർത്തകർ 57,000 വോട്ടുണ്ടായിരുന്നത് 47,000 വോട്ടായിട്ട് LDF കുറഞ്ഞ ചാത്തന്നൂരിൽ. UDF സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് 1000-നടുത്ത് വോട്ടിൻ്റെ വർധനവേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വന്നിട്ടുള്ളൂ. ഇടിവുണ്ടായത് ഇടത് സ്ഥാനാർത്ഥിക്കാണ്. 10,000 വോട്ടിൻ്റെ വർധന ഉണ്ടായതും BJPക്കാണ്. അന്നേരം കേരളം BJPക്ക് അനുകൂലമായി മാറുന്നതിൻ്റെ ഒരു സൂചനയാണ്. ചാത്തന്നൂർ ജയിച്ചാൽ എവിടെയും ജയിക്കാം. അത്രമാത്രം കമ്മ്യൂണിസ്റ്റ് കോട്ടയാണ് ചാത്തന്നൂരെന്ന് പറയുന്നത്. പട്നാ സാർ ജയിക്കാനുള്ള സാഹചര്യം നേരത്തെ ഞാൻ പറഞ്ഞു. ഈ ആരെങ്കിലും അഭിനന്ദിച്ച ദേശീയ നേതാക്കൾ ആരെങ്കിലും? ദേശീയ നേതാക്കന്മാർ എന്നെ നേരിട്ട് ദേശീയ സംഘടനാ സെക്രട്ടറി സന്തോഷ് ജി എന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയുണ്ടായി. ദേശീയ ജനറൽ സെക്രട്ടറി നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയുണ്ടായി. താങ്കൾ ഒരു ഹിന്ദി അധ്യാപകനായിരുന്നു പറഞ്ഞല്ലോ. ഈ പ്രധാനമന്ത്രി മോദിജി അന്ന് ഈ പുറ്റിങ്ങൽ അപകടത്തിന് വന്നപ്പോൾ ഒപ്പം അങ്ങേ കൂടെ കൂട്ടി യാത്ര ചെയ്തു. അന്നേരം ഹിന്ദിയിലാണോ ഹിന്ദിയിലാണ് സംസാരിച്ചത്? അതുകൊണ്ടായിരിക്കും അതിന് കൂടുതൽ ഒരു താല്പര്യം. നന്നായിട്ട് സംസാരിക്കുക, അത്യാവശ്യം സംസാരിക്കും. ഞാൻ HM ആയതിനു ശേഷം സ്വയമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നില്ലല്ലോ, ഹിന്ദി പഠിപ്പിക്കുന്നില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അന്ന് അദ്ദേഹമായിട്ട് ഹിന്ദിയിലാണ് സംസാരിച്ചത്. അദ്ദേഹത്തുമായിട്ടുള്ള യാത്രയിൽ വേറെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിട്ട് ഈ കാര്യങ്ങളൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിൽക്കുമ്പോഴും ഈ ദുരന്തത്തെക്കുറിച്ച് അദ്ദേഹം എന്നോടാണ് കൂടുതൽ ചോദിക്കുന്നത്. അന്ന് രമേശ് ചെന്നിത്തല ഹിന്ദി നല്ലോണം MA ആണ്. രമേശ് ചെന്നിത്തലയോടോ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയോടോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടോ അല്ല അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചത്. പാർട്ടിക്കാരോട് ഒരു വലിയ കരുതലാണ് അദ്ദേഹത്തിൻ്റെ. അതെ, അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ കൂടി നിൽക്കുകയല്ലേ, അവരെ മുന്നിൽ തോളിൽ കയറ്റി നിൽക്കുമ്പോൾ ഒരു മെസ്സേജ് കൂടിയുണ്ട്, ഇതാണ് എൻ്റെ ആൾ. ഇപ്പോൾ BJP പ്രതീക്ഷിച്ച സീറ്റുകളിലൊന്നും മഞ്ചേശ്വരം, പാലക്കാട് ഇങ്ങനെയുള്ള ചില മണ്ഡലങ്ങൾ, പക്ഷേ അതിലൊന്നും ചാത്തന്നൂർ വന്നില്ല. ശരിക്കും ഈ ചാത്തന്നൂരിൽ നിന്ന് BB ഗോപകുമാർ ജയിക്കുമ്പോഴാണ് ഇങ്ങനൊരു അട്ടിമറി വിജയം. എനിക്ക് തോന്നുന്നു അങ്ങ് പറഞ്ഞ പോലെ കൗമുദി TV ഒരു തവണ ജയശങ്കർ അത് അട്ടിമറി സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആരാണ് ഈ BB ഗോപകുമാർ ശരിക്കും? എന്താണ് താങ്കളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്? അതൊന്ന് വിശദീകരിക്കാം. ഞാൻ പറയാം, എനിക്കൊരു സാധാരണ ജീവിത പശ്ചാത്തലം. ഞാനിപ്പോഴും അവരുടെ മുന്നിൽ ഒരു നേതാവുമല്ല. ഞാൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവൊന്നും അല്ലല്ലോ. ശ്രീ K. സുരേന്ദ്രനെ പോലെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാം. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം നിരവധി പേര് കൗണ്ടിങ്ങിന് തൊട്ടടുത്ത ദിവസം നേമത്ത് നിന്ന് ഒരു സാധാരണക്കാരൻ, അതുകൊണ്ട് 10-65 വയസ്സുണ്ട്, രാവിലെ 6:30 മണിക്ക് വീട്ടിൽ വന്നു. നേമത്ത് ജയിച്ചു, എന്നിട്ട് അത് എന്നെ കാണാൻ വരിക. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആദ്യം താമര വിരിച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷവും 3 പേരിൽ നിങ്ങൾക്കാണ്. ആദ്യം അനൗൺസ് ചെയ്ത വിജയം നിങ്ങളതാണ്. നിങ്ങളെ ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങളെങ്ങനെ ജയിച്ചു എന്ന് അറിയാൻ വേണ്ടി, നിങ്ങളെ നേരിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. അങ്ങനെ നിരവധി പേര് ഈ ജില്ലയ്ക്ക് പുറത്തുള്ളവർ, കൊല്ലം ജില്ലയ്ക്ക് പുറത്തുള്ളവർ, എന്നെ മറ്റുള്ള എല്ലാ പേരും പരിചിതമല്ലേ. V. മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, പരിചിതമായ പേര് കേന്ദ്രമന്ത്രിമാർ. നേരത്തെ പാലക്കാട്ടെ ആയാലും മഞ്ചേശ്വരത്തെ ആയാലും ഒക്കെ കാട്ടാക്കടയായാലും സ്ഥാനാർത്ഥികൾ അവർക്കൊക്കെ പരിചിതമാണ്. അതുകൊണ്ടൊരു സാധാരണക്കാരൻ അദ്ദേഹം വന്നു കണ്ടു. അങ്ങനെ എത്രയെങ്കിലും പേർ ഈ 3-4 ദിവസത്തിനിടയിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചാനലുകളിലും ചർച്ചയാവുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച. ഞാനാരാണ് ഈ പറഞ്ഞത്, എൻ്റെ എല്ലാ ബന്ധങ്ങളെയും കുറിച്ച് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നിടത്തെല്ലാം, ഇന്ന് ഞാൻ രാവിലെ മുഖത്തല ക്ഷേത്രത്തിൽ നമ്മുടെ ഉത്സവത്തിൻ്റെ സമാപനം രാവിലെ ഞാൻ തൊഴാനായിട്ട് പോയി. ക്യൂവിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ നിൽക്കുന്നത് ബഹുഭൂരിപക്ഷം പേരും ഇത് ചാത്തന്നൂർ ഗോപകുമാറല്ലേ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ അത്തരത്തിലൊരു പ്രചരണം തന്നതിന് ശേഷമാണ് ആൾക്കാർ എന്നെ അറിഞ്ഞത്. ഇപ്പോൾ താങ്കളൊരു സാധാരണക്കാരനെ പോലെ ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ BB ഗോപകുമാറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ അച്ഛൻ അമ്മ എങ്ങനെ വളർന്ന്, എവിടെ പഠിച്ചു? എൻ്റെ അച്ഛനും അമ്മയും എല്ലാം സാധാരണക്കാരാണ്. ഞാൻ പഠിച്ചത് UP തലം വരെയുള്ള വിദ്യാഭ്യാസം ചാത്തന്നൂർ സെൻറ്റ് ജോർജ് സ്കൂളായിരുന്നു. ഹൈസ്കൂളിൽ പഠിച്ചത് പരവൂരാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നാട് പരവൂരാണ്. KHSലാണ് ഞാൻ പഠിച്ചത്. പിന്നെ 7 വർഷക്കാലം ഞാൻ പഠിച്ചത് കൊല്ലം SM കോളേജാണ്. കോളേജിൽ പഠിക്കുമ്പോൾ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. കൊല്ലം SM കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ KSU രാഷ്ട്രീയ പ്രവർത്തനം ഞാനില്ലായിരുന്നു. പക്ഷേ ഞാൻ കൊല്ലം SM കോളേജിൽ പഠിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ചാത്തന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വളരെ ചെറുപ്പത്തിൽ കോളേജിൽ രാഷ്ട്രീയത്തിന് ഞാൻ ഇറങ്ങിയിട്ടില്ല.
പിന്നീട് ജോലിയിലേക്ക് പോകുമായിരുന്നു? അല്ല, പിന്നീട് ബി.എഡിന് സംസ്കൃത യൂണിവേഴ്സിറ്റി. പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞ് 2000-ലാണ് ഞാൻ സർവീസ് പ്രവേശിക്കുന്നത്. 90-2000 ഒരേ സമയം തന്നെ രാഷ്ട്രീയവും ഇതെല്ലാം മുന്നോട്ട് പോയി. കുടുംബം ഭാര്യ, 2 മക്കൾ. ഭാര്യ വീട്ടമ്മ, സീജ വീട്ടമ്മയാണ്. 2 ആൺമക്കൾ. മൂത്തയാൾ ആയുർവേദ ഡോക്ടറാണ്, 1 വർഷമായി. രണ്ടാമത്തെ ആൾ ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞ് നിൽക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ ഈ BJP പ്രവർത്തകർ മാത്രമല്ല, ചാത്തന്നൂർ പോലൊരു ഇടത് കോട്ടയിൽ നിന്ന് താങ്കൾ വിജയിച്ചത് വലിയ രീതിയിൽ ആൾക്കാരുടെ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഈ ഗോപകുമാർ ഈ ചാത്തന്നൂരിലെ ഇടത് കോട്ട തകർത്ത് വിജയിച്ചത്? അവരോട് എന്താ പറയാനുള്ളത്? അവരോട് പറയാനുള്ളത്, ഒന്ന്, 2 തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും അവിടെ തന്നെ നിൽക്കുകയാണ്, അവരോടൊപ്പം, ഒരു സാധാരണക്കാരനെ പോലെ. അവരുടെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞ് സഹായിക്കാൻ പറ്റുന്നിടത്തെല്ലാം സഹായിക്കുക. അവരുടെ സുഖദുഃഖങ്ങളിൽ ഈ 4 പതിറ്റാണ്ടും, ഈ 2 ടേമല്ല, 4 പതിറ്റാണ്ടും, എൻ്റെ പൊതുരംഗത്ത് 4 പതിറ്റാണ്ട് ചാത്തന്നൂരുമായി ബന്ധമുണ്ട്. അത് രാഷ്ട്രീയ രംഗത്തായാലും SNDP രംഗത്തായാലും ആ 4 പതിറ്റാണ്ടും അവരോടൊപ്പം നിൽക്കുക എന്നൊരു രീതിയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് തുടരുകയും ചെയ്യുന്നത്. അതാണ് എന്നെ ഞാനാക്കിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് റിസൾട്ടിന് ശേഷം മാധ്യമ സുഹൃത്തുക്കളോട് ചോദിച്ചു ഈ വിജയത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞു, ഈ വിജയം എന്നെ ഞാനാക്കിയ ചാത്തന്നൂരിന് സമർപ്പിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അവരിലൊരാളായി കഴിഞ്ഞു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? ഞാൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ല, ഈ രാജ്യത്തിൻ്റെ പ്രധാന സേവകനാണ്. ആ വാക്കുകളാണ് എനിക്ക് പ്രചോദനം. MLA എന്നതിനപ്പുറം ചാത്തന്നൂരിൻ്റെ പ്രധാന സേവകനായി അവരോടൊപ്പം നിൽക്കുക. അതായത് ജയിച്ചതിൽ ഒരു സീക്രട്ടും മാജിക്കും ഒന്നുമില്ല, ശരിക്കും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. അത്ര മാത്രമേ, അവരോടൊപ്പം നിന്നു. വേറൊരു മാജിക്കും ഇല്ല, സീക്രട്ടും ഇല്ല, ഒരു സീക്രട്ടും ഇല്ല. പക്ഷേ എന്തായാലും ഒരു വലിയൊരു പാഠമാണ് താങ്കൾ ഈ ഒരു ചാത്തന്നൂരിലെ വിജയത്തിലൂടെ എന്താ പറയുക കേരളത്തിന് മുന്നിലേക്ക് തുറന്നു വെച്ചത്. പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഈ ചുമതലകൾ, ഇപ്പം തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, അതിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്? അത് 3 ജില്ലയുടെയും ഒരു പൂർണ്ണമായ ചുമതല പാർട്ടിക്ക് ഇൻചാർജുമാരുണ്ട് അതാത് മേഖലകളിൽ. അതിൻ്റെ ഒരു മേൽനോട്ടം വഹിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. നല്ല മറ്റു കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നിയമസഭാംഗം എന്നുള്ള നിലയിലാണ്. അതെ അല്ലേ? അതെ. അന്നേരം അപ്പോൾ എല്ലാ രീതിയിലും ശോഭിക്കട്ടെ. എല്ലാ ആശംസകളും.